ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 10 ശ്ലോകം 2. ബ്രഹ്മദേവൻ ഭഗവാന്റെ പ്രസാദത്തോടുകൂടി സൃഷ്ടി തുടങ്ങി. എല്ലാ ജീവരാശികളെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുല്ലോ. ഇനി ബ്രഹ്മാവ് അജ്ഞാനം കൊണ്ടൊരു തെറ്റ് ചെയ്യാണ്. സൃഷ്ടി തുടരുമ്പോൾ പിന്നെ അറിയാതെ അജ്ഞാനത്തിനെ സൃഷ്ടിക്കുകയാണ്. 5 വിധത്തിലുള്ള അറിവില്ലായ്മകളെ സൃഷ്ടിച്ചു കഴിഞ്ഞ ഉടനെ തോന്നി, അയ്യോ ഞാൻ ചെയ്തത് തെറ്റിപ്പോയി എന്ന്. ഉടനെ അതിന് പശ്ചാത്താപം ഏറ്റവും നല്ല പശ്ചാത്താപം ഭഗവാനോട് ഏറ്റുപറഞ്ഞ് ധ്യാനിക്കുക മാത്രമാണ്. അങ്ങനെ ബ്രഹ്മാവ് ആ ഭഗവത് ധ്യാനത്തിൽ മുഴുകുകയും അദ്ദേഹത്തിൻ്റെ ഹൃദയം തെറ്റിൽ നിന്നും വിമുക്തമായി വിശുദ്ധമാവുകയും ചെയ്തു എന്നാണ് 2ാമത്തെ ശ്ലോകം. മിഥ്യാഗ്രഹാസ്മിമതി രാഗവികോപഭീതി അജ്ഞാനവൃത്തിം ഇതി പഞ്ചവിധാം സൃഷ്ട്വാ ഉദ്ദാമതാമസപദാർത്ഥവിധാനദൂന തേനേ ത്വദീയചരണസ്മരണം വിശുദ്ധേ. ശ്ലോകം വായിക്കുമ്പോൾ അതെന്താ പറയണത് എന്ന് തോന്നും. മിഥ്യാഗ്രഹം, അസ്മിമതി, രാഗം, വികോപം, ഭീതി, ഇങ്ങനെയുള്ള പഞ്ചവിധമായിട്ടുള്ള അജ്ഞാന കാര്യങ്ങളിൽ ബ്രഹ്മാവ് മുഴുകിപ്പോയി. സൃഷ്ടി ചെയ്തു. ഇതിൻ്റെ 5ൻ്റെ സൃഷ്ടി ചെയ്തു. അതിന് കാരണം ഉദ്ദാമതാമസ പദാർത്ഥമാണ്. താമസ ഗുണം ബ്രഹ്മാവിന് കൂടിപ്പോയി. അപ്പോഴാണ് ഈ സൃഷ്ടി ഇങ്ങനെ ചെയ്തത്. അല്പസമയം മനസ്സ് ഭഗവാനിൽ നിന്നും വിട്ടുപോയിട്ടുണ്ടാവും. വിധാനദൂനം, അങ്ങനെ അയ്യോ ഞാനിങ്ങനെ സൃഷ്ടി ചെയ്തുവല്ലോ എന്നുള്ള കാര്യത്തിൽ ബ്രഹ്മാവ് വളരെയേറെ ദുഃഖിതനായി. എന്ത് ചെയ്യണം എന്നുള്ളത് പെട്ടെന്ന് തന്നെ മനസ്സിലുദിച്ചു. ഭഗവാന്റെ താമരപ്പൂ പോലുള്ള പാദങ്ങളിൽ അഭയം തേടി. അങ്ങനെ ബ്രഹ്മാവ് വിശുദ്ധനും ആയി. വാക്കുകളുടെ അർത്ഥം നോക്കാം. മിഥ്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു അജ്ഞാനം തന്നെയാണ്, തെറ്റിദ്ധാരണ, മിഥ്യയായ ഗ്രഹണം, തെറ്റായിട്ടുള്ള ധാരണ എന്നാണ് അർത്ഥം. ഇല്ലാത്തത് ഉണ്ടെന്ന് ഗ്രഹിക്കുക, തെറ്റായിട്ടുള്ള അറിവ് സംഭരിക്കുക, അതൊക്കെയാണ്. പ്രധാനമായിട്ട് ഈ കാണുന്ന പ്രപഞ്ചം സത്യമാണ്, അതിന് അപ്പുറമായിട്ട് ഒന്നുമില്ല, ആത്മാവ്, ഈശ്വരൻ, അങ്ങനെയൊന്നുമില്ല, ഈ കാണുന്ന ദേഹം, ഈ കാണുന്ന പ്രപഞ്ചം, ഇത് മാത്രമാണ് സത്യം എന്ന് വിചാരിക്കുക. നമ്മൾ സ്വപ്നം കാണുമ്പോൾ ആ ലോകം കുറച്ച് സമയം ഉണരുന്നത് വരെ അത് യഥാർത്ഥമാണെന്ന് തോന്നും, സന്തോഷിക്കും, സങ്കടപ്പെടും, പേടിക്കുകയൊക്കെ ചെയ്യും. അത്രയേ ഉള്ളൂ ഈ ലോകം, അത് സത്യമല്ല, അത് കുറേയും കൂടെ നീണ്ട അളവാണ് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഭാഗവതത്തിലും പറയുന്നുണ്ട്. അങ്ങനെ ആ തെറ്റിദ്ധാരണയാണ് മിഥ്യാഗ്രഹം. നമ്മൾ കാണുന്ന ഈ ശരീരം, ഈ ലോകം, ഇത് ശാശ്വതമാണ്, ഇത് മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നുമില്ല എന്നുള്ള ആ തെറ്റിദ്ധാരണ, അതാണ് നമ്മളെ നേർവഴിയിൽ നിന്നും മാറ്റുന്നതായിട്ടുള്ള അജ്ഞാനം. മിഥ്യയായിട്ട് ഗ്രഹിക്കുക, അതിനെയാണ് മിഥ്യാഗ്രഹം എന്ന് പറയുന്നത്. 2ാമത്തെ അജ്ഞാനം അസ്മിമതി എന്ന് പറഞ്ഞാൽ അഹംബുദ്ധി, ഞാൻ ഈ ദേഹമാണ് എന്നുള്ള വ്യക്തിത്വബോധം, എൻ്റെ പേരിന്നതാണ്, ഞാൻ ഇന്ന നാട്ടിൽ ജീവിക്കുന്ന ആളാണ്, ഞാനാണ് എല്ലാം എന്നുള്ള ആ ഒരു തോന്നൽ, അത് അജ്ഞാനാണ്. അതാണ് അസ്മിമതി. പിന്നത്തെ കാര്യം രാഗം, ഒട്ടൽ, എൻ്റെ വീട്, എൻ്റെ മക്കൾ, എൻ്റെ സമ്പത്ത്, എൻ്റെ സ്വന്തക്കാർ, എൻ്റെ ഭാര്യ, അങ്ങനെയുള്ള ആ സ്വന്തം എന്നുള്ള അഹം, മമ എന്ന വസ്തുക്കളോടുള്ള ഇഷ്ടം, അതാണ് രാഗം. പിന്നെ വികോപം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം എന്ന് വിചാരിച്ച് കരുതിയത് ഒരു പക്ഷേ നമ്മളെ പറ്റിച്ച് വേറെ ആരെങ്കിലും എടുക്കുക, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള വസ്തുക്കൾ നഷ്ടപ്പെടുക, വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വരിക, അപ്പോഴൊക്കെയല്ലേ കോപം വരിക. അതിനെയാണ് വികോപം എന്ന് പറയുന്നത്. ദേഷ്യം, ക്രോധം, അതൊക്കെ തന്നെ. പിന്നുള്ളത് 5ാമത്തെ ഭീതി. ഏറ്റവും വലിയ ഭീതി മരണഭയം തന്നെയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം വരുമാവോ, രോഗം വരുമാവോ, ആപത്തുകൾ, എന്തെങ്കിലും വിഷമം വരുമോ എന്നുള്ള ആ ഭയം. ഇങ്ങനെയുള്ള ഈ
പഞ്ചവിധാം അജ്ഞാനവൃത്തിം 5 തരത്തിലുള്ള അജ്ഞാനങ്ങളെ തമോ ഗുണം കൂടിയ ബ്രഹ്മാവ് സൃഷ്ടിച്ചു പോയി. അജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സ സൃഷ്ട്വാ സ ബ്രഹ്മാവ്. ആ ബ്രഹ്മാവ് അങ്ങനെ സൃഷ്ടിച്ചപ്പോൾ ഉദ്ധാമ താമസ പദാർത്ഥ വിധാനദൂനം. താമസം തമോ ഗുണം. ഉദ്ധാമം വർദ്ധിച്ചു. താമസ ഗുണം വർദ്ധിച്ചതുകൊണ്ടാണ് ഇങ്ങനെ സൃഷ്ടി ചെയ്യാൻ കാരണം ഈ അജ്ഞാന വസ്തുക്കളെയൊക്കെ. ഉദ്ധാമ താമസ പദാർത്ഥ, തമോ ഗുണം വർദ്ധിച്ചതുകൊണ്ട് സൃഷ്ടിച്ചു പോയ ഈ വസ്തുക്കളെ ഓർത്ത് ദൂനം ദുഃഖിതനായി, ഞാനിങ്ങനെ സൃഷ്ടിച്ചുവല്ലോ എന്നാലോചിച്ച് ബ്രഹ്മാവ് ദൂനം ദുഃഖിച്ചു. വിശുദ്ധൈ ശുദ്ധീകരിക്കപ്പെടണം എന്ന് ആഗ്രഹിച്ചു. ത്വദീയ ചരണസ്മരണം തേനെ ആ സങ്കടത്തിൽ നിന്നും രക്ഷപ്പെടാനായി പാദസ്മരണം, ഭഗവത് പാദസ്മരണം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ത്വദീയ ചരണസ്മരണം തേനെ ഭഗവത് പാദത്തെക്കുറിച്ച് ഭജിച്ചു, ധ്യാനിച്ചു കൊണ്ടിരുന്നു. ബ്രഹ്മാവ് അങ്ങനെ വിശുദ്ധനായി. മിഥ്യാഗ്രഹ അസ്മിമതി രാഗം വികോപം ഭീതി. ഈ 5 അജ്ഞാന വസ്തുക്കൾ അജ്ഞാനവൃത്തിം ഇതി പഞ്ചവിധാം, ഈ പഞ്ചവിധത്തിലുള്ള 5 തരത്തിലുള്ള അജ്ഞാന സ്വഭാവങ്ങളെ സ സൃഷ്ടുവ ആ ബ്രഹ്മാവ് സൃഷ്ടിച്ചതിന് ശേഷം ഉദ്ധാമ താമസ പദാർത്ഥം, അതിന് കാരണം അദ്ദേഹത്തിൻ്റെ താമസവികാരം വർദ്ധിച്ചതാകുന്നു. വിധാനദൂനം, താനിങ്ങനെ സൃഷ്ടിച്ചുവല്ലോ തെറ്റായിട്ട് എന്നുള്ള സങ്കടത്തിൽ അകപ്പെട്ടു ബ്രഹ്മാവ്. തേനെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തു. ത്വദീയ ചരണസ്മരണം, ഭഗവാന്റെ ചരണം പാദസ്മരണം തന്നെ ചെയ്തു, ധ്യാനിച്ചു കൊണ്ടിരുന്നു. വിശുദ്ധി, അങ്ങനെ വിശുദ്ധനാവുകയും ചെയ്തു. നമ്മളുടെ ജീവിതത്തിലും ധാരാളമായിട്ട് വരുന്ന സംഭവമാണിത്. മനഃപൂർവ്വമല്ലാതെ എപ്പോഴെങ്കിലും തെറ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ തെറ്റ് ചെയ്തു പോയാൽ അതിനെക്കുറിച്ച് തന്നെ ഓർത്ത് സങ്കടപ്പെടാതെ എന്ത് വേണം, ഉടനെ അത് തിരിച്ചറിയണം, ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് മനസ്സിലുറപ്പിച്ച് ഭഗവാന്റെ പാദങ്ങളെ സ്മരിക്കുക. അതാണ് അതിനുള്ള പ്രായശ്ചിത്തം. പശ്ചാത്താപമേ പ്രായശ്ചിത്തം. വിഷമിച്ചിരിക്കല്ല വേണ്ടത്. ബ്രഹ്മാവ് ചെയ്ത പോലെ തന്നെ ഭഗവത് ധ്യാനം, ശരിയായിട്ടുള്ള ഭഗവത് ധ്യാനം ആണ് സകല തെറ്റിനും പരിഹാരമാകുന്നത്. നമ്മളുടെ ബുദ്ധി, നമ്മളുടെ ഇന്ദ്രിയ ശക്തി ഒക്കെ അപൂർണമാണ്, പരിമിതമാണ്. നമ്മൾ കാണുന്നതിനപ്പുറം കേൾക്കുന്നതിനപ്പുറം ഒക്കെ എത്രയോ കാര്യമുണ്ട്. ഉദാഹരണമായിട്ട് ആകാശത്തു കൂടി ഒരു വിമാനം പോവാണ്. കുറേ സമയം നമ്മൾ വലുതായി കാണും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ കുഞ്ഞിതായിട്ട് അത് മാഞ്ഞു പോവും. അതിനർത്ഥം അതില്ല എന്നല്ലല്ലോ, നമ്മളുടെ കണ്ണിന് അത്രേ ശക്തിയുള്ളൂ. ചെറിയ വല്ല പക്ഷികൾക്കൊക്കെ, ദൂരത്ത് കൂടി പറക്കുന്ന പക്ഷികൾക്കൊക്കെ നമ്മളുടെ കണ്ണുകളെക്കാളും എത്രയോ കാഴ്ച ശക്തിയുണ്ട്. എത്രയോ മുകളിൽ നിന്നും പരുന്ത് താഴെ വെള്ളത്തിൽ കളിക്കുന്ന മീനിനെ കാണും. അത്രയ്ക്കുള്ള ശക്തിയൊന്നും നമ്മളുടെ കണ്ണുകൾക്കില്ല. അതേപോലെ ചെവി പൂച്ചയ്ക്കും പട്ടികൾക്കും ഒക്കെ നമ്മളെക്കാളും എത്രയോ ശ്രവണ ശക്തിയുണ്ട്. പക്ഷി മൃഗാദികൾക്കൊക്കെ ഘ്രാണശക്തി കൂടും. അങ്ങനെ ഇന്ദ്രിയ ശക്തി അപൂർണമായതുകൊണ്ട് നമുക്കപ്പുറത്തൊരു ലോകമില്ല എന്ന് ധരിച്ചു പോവാണ്. ആത്മാവ്, ഈശ്വരൻ അതിനൊക്കെ നിഷേധിക്കുകയാണ്. അതാണ് അജ്ഞാനം. ആ കാര്യം വരുമ്പോൾ നമ്മളുടെ ജീവിതത്തിലും ഈ 5 സംഗതികളുടെ ശക്തി കൊണ്ട്, പ്രഭാവം കൊണ്ട് നമ്മൾ തെറ്റിലേക്ക് ചാഞ്ഞു പോയേക്കാം. തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞ ഉടനെ കുറേ പ്രാവശ്യം ഭഗവത് നാമം ജപിക്കുക, അല്ലെങ്കിൽ സാധിക്കുമെങ്കിൽ ഭഗവാനെ ധ്യാനിക്കുക. അപ്പോൾ നമ്മളുടെ മനസ്സ് വിശുദ്ധമാകുന്നതാണ് എന്നാണ് ഇവിടെ ഒരു സന്ദേശം. ശ്ലോകം ഒന്നും കൂടി ചൊല്ലാം. മിഥ്യാഗ്രഹാസ്മിമതിരാഗവികോപഭീതിർ അജ്ഞാ